ഹായ്. നമ്മൾ ഈ ഗേൾസും ബോയ്സും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മാക്സിമം അത് കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഓക്കെ അവർ മേ ബി ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഓക്കെ അവരിപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പറയുന്നുണ്ട്, പക്ഷെ നാളെ മേൽ അവർ കല്യാണം കഴിക്കുന്നു. പക്ഷേ അതിനേക്കാൾ എല്ലാത്തിനും മുകളിലായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഒരു സൂപ്പർ ബോണ്ട് ഉണ്ടാവും. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഗേൾസും ഗേൾസും തമ്മിൽ അല്ലെങ്കിൽ ബോയ്സും ബോയ്സും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ഗേളും ബോയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യും. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അവരുമായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് നമ്മളെല്ലാം ഷെയർ ചെയ്യും. അതേപോലെ തന്നെയാണ് അവരും തിരിച്ചുണ്ടാവുന്നത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ആദ്യം ഓടി വരുന്നതും അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാതെ നമുക്ക് എന്തും തുറന്നു പറയാൻ, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാനും, ഇപ്പോൾ സന്തോഷം വരുമ്പോൾ സന്തോഷിച്ച് സംസാരിക്കാനും, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാനും, ഇറിറ്റേറ്റ് ആകുമ്പോൾ വിളിച്ച് ചൂടാവാനും ഒക്കെ പറ്റുന്നത് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിലായിരിക്കും. പക്ഷേ പണ്ടുള്ള ആൾക്കാർക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം വാല്യൂ ഉള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ല. പക്ഷെ അതേത് വീണ്ടും ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്ന കുറച്ച് ആളുകളുണ്ട്. അവർ കാണുമ്പോൾ വിചാരിക്കുമോ ഇവരങ്ങനെയാ. പിന്നെ ചില ആളുകളുണ്ട്, എന്താ ആണും പെണ്ണും തമ്മിൽ നല്ല രീതിക്കുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ തമ്മിൽ എന്തോ ഉണ്ട്. ഓക്കെ, മേ ബി അവർ ശരിക്കും ഫ്രണ്ട്സ് ആയിരിക്കില്ല, ഫ്രണ്ട്സിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കാം. എന്നാൽ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത ആ ഒരു റിലേഷൻഷിപ്പാണ് എന്ന് വിചാരിക്കും. ഒരു എന്താ മേ ബി ബാഡായിട്ട് വിചാരിക്കാം. പക്ഷേ അതൊന്നും അല്ല അതിലുള്ളത് എന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് അറിയുക. കാണുന്ന ആൾക്കാർക്ക് പലതും തോന്നും. അവർ വിചാരിക്കും അത് ഇത് എന്നൊക്കെ. പക്ഷേ നമുക്കുണ്ടാവുന്ന ആ ഒരു സെക്യൂരിറ്റിയും ഹാപ്പിനെസ്സും എന്തും തുറന്നു പറയാനുള്ള ആ ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ, അതൊന്നും ഈ കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മളുടെ കൂടെ ഉള്ള നല്ല ഫ്രണ്ട്സിനെ ഒരിക്കലും ഒഴിവാക്കാതിരിക്കുക. എപ്പോഴും ഒരു ഗേള് ഒരു എനിമി ആയിരിക്കും, പക്ഷേ ഒരു ഗേളിന് ബോയ് എന്ന് പറയുന്നത് ഒരു നല്ല ഫ്രണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമുക്ക് ഒരു നല്ലൊരു ബ്രദർ കൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നേക്ക് എത്രയേ ഉള്ളൂ. ബൈ.